ഇന്ന് ഞാൻ പതിവില്ലാണ്ട് നേരത്തെയാണ്, സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്, മൂന്നാറിലേക്കാണ് പോണത്. അപ്പം ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും വഴിയെ കാണാം. പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. മഴയൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ റെയിൻകോട്ടിൻ്റെ പാൻറ് ഇട്ടിട്ടുണ്ട്, മേളിത്തെ കോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി മഴ പെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മേളിത്തെ കോട്ട് ഇട്ടാൽ മതിയല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. സ്റ്റേയുടെ കാര്യം, ഇന്ന് നമ്മൾ സ്റ്റേ ആണ്, നാളെയാണ് റിട്ടേൺ ഉള്ളൂ. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പതുക്കെ പറയാം കേട്ടോ. നമ്മളിപ്പോൾ കോതമംഗലം കഴിഞ്ഞു, നേര്യമംഗലം ആവാനായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടോ. ഒരു 10:45 നമ്മൾ ആ സ്പോട്ടിലെത്തും. പിന്നെ പോണ വഴിക്ക് എവിടെയെങ്കിലും നിർത്തിയാലേ ഉള്ളൂ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. സമയം ഒരു 8:17 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കടലക്കറിയും ഷാമ് പൊറോട്ടയും കടലക്കറിയും. നമ്മൾ പോണ അനുസരിച്ച് ലേറ്റ് ആവും കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയല്ലോ. നേരത്തെ കാണിച്ചൊരു 10:40 എത്തും എന്നാണ്. ഇപ്പോൾ ടൈം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാവും. നമ്മളിവിടെ നിർത്തിയല്ലോ. ഇനി നമ്മൾ പതുക്കെ നിർത്തിയാണ് പോണത്. 11 മണിക്കാട്ടോ. ഇന്ന് 11 മണി തുടങ്ങി നാളെ രാവിലെ 11 മണി വരെയാണ് സ്റ്റേയുടെ ചെക്കിനും ചെക്കൗട്ടും. മഴ പെയ്തുട്ടോ. നമ്മള് കോട്ടിടാൻ നിർത്തിയതാണ്. നല്ല തിരക്കുണ്ട് ട്ടോ അവിടെ. നല്ല മഴയും കോടയുമാണ്. നമ്മളിപ്പോ പള്ളിവാസലെത്തിട്ടോ. മാപ്പ് നോക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഉണ്ടോ നല്ല കോട ഉണ്ട്, ഫുള്ള് കോടയാട്ടോ. ഇനി 1 മണിക്കൂർ കാണിക്കണ്ട്. ചില സ്ഥലത്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. റോഡിന്റെ വീതി കൂട്ടണ പണി നടക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാട്ടോ. 3 ദിവസം ഹോളിഡേ ഒക്കെ അല്ലായിരുന്നു. അപ്പോ അതിന്റെ നല്ല തിരക്കുണ്ട്. മഴ പെയ്തു തുടങ്ങി. ഈ വണ്ടി നമ്മൾ ഇറങ്ങിയപ്പോഴേ കുറച്ച് സ്റ്റാർട്ടാവാൻ ഈ വണ്ടിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സ്റ്റാർട്ടായിട്ടോ. എന്നാലും ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു അല്ലേ. എന്റെ കയ്യിൽ മാപ്പ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയോ പോയി. ഇപ്പൊ റേഞ്ചും ഇല്ല. എല്ലാവരോടും ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടല്ലേ, നല്ല തണുപ്പും നല്ല കാറ്റും. നല്ല മഴയാണ്. നല്ല മഴ എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റ് ഗ്യാപ്പിലേ മഴ നിൽക്കുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, അത് കഴിഞ്ഞ് അടുത്ത മഴയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ചൂട് പിടിക്കാൻ പോയേക്കാട്ടോ. എന്താ ശ്യാമ അവിടെ പോയി നിൽക്കണേ? ഇതൊരു വാട്ടർഫാളുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല തിരക്കും നല്ലൊരു ക്ലൈമറ്റും. സ്റ്റേ വരുന്നത് സൂര്യനെല്ലിയാണ്. നമ്മൾ സൂര്യനെല്ലി എത്തിയേക്കണ്. ഇനി ഒരു 7 മിനിറ്റാണ് കാണിക്കണേ.
3.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ വഴി വണ്ടി പോവോന്നാണ് ഒരു ഡൗട്ട്. ഒരു ഗ്രാമം പോലെയാട്ടോ. നമ്മുടെ വഴി തെറ്റിയതാണ്. ഇപ്പൊ നമ്മൾ ഈ ഓട്ടോന്റെ പിന്നാലെ പോവാണ്. ആ ചേട്ടൻ ആ സ്റ്റേയിലേക്കാണ്. നമ്മുടെ സ്റ്റേ വരുന്നത് സൂര്യനെല്ലി സോഹോ സ്റ്റേയിലാട്ടോ. ഞാൻ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പോയിട്ടോ, ഞാൻ പോണേ ഉള്ളൂ. കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് ഇറങ്ങിയതാട്ടോ. സ്ലിപ്പാവും എന്ന് പറഞ്ഞുകൊണ്ട്. ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ താഴെ സീനാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിലത്ത് കിടക്കും. അതുകൊണ്ട് തന്നെ ഇറങ്ങി സേഫായിട്ട് നടന്നു പോണതാ ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ട് ശ്യാമ് മാത്രം ഒറ്റയ്ക്ക് പതുക്കെ പോയി ബൈക്ക് എടുത്തിട്ട്. ഞാൻ ഇങ്ങനെ നടക്കാണ്. ഇത് എത്തണില്ല കേട്ടോ. കുറച്ച് നേരമായി നടക്കണേ. എനിക്ക് പേടിയാവുണ്ട്. ആനെങ്ങാനും വരുമോ? ബാക്കിലും ആരുമില്ല, ഫ്രണ്ടിലും ആരുമില്ല. ശ്യാമിന്റെ ഫോൺ എൻ്റെ കയ്യിൽ. നടന്ന് എവിടെയോ എത്തി. ശ്യാം എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഭാഗ്യം. പക്ഷെ ആ വഴിയായിരുന്നു. കുറച്ച് പേടിയായിട്ടാ. എന്തോ സൗണ്ടൊക്കെ കേട്ടു. പിന്നെ ഇതാണ് എൻട്രി. കൊള്ളാല്ലേ? അതെന്താ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയേ? എന്തോ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയേ? കൊറേ കഴിഞ്ഞപ്പോ എത്തണില്ല. എനിക്ക് പേടിയായി. ഒരു സൗണ്ട് കിട്ട് മറ്റേ ജീവികളുടെ. ഇത് പിടിക്ക് ഫോണും. ാണ് നമ്മള് ക്യാബിനിലാണ്. ക്യാബിൻ പോലെ. നമ്മുടെ എവിടെയാ? പട്ടിയുണ്ട്. ചമ്മ ഇവിടെ ചോദിക്കാണ്. നമ്മളിവിടെ എല്ലാം തോന്നുന്നു. നമുക്കിനി 3 കിലോമീറ്റർ ഇവിടെ നിന്ന് പോയാലാണ് നമ്മുടെ ക്യാബിൽ എത്തുള്ളൂ. ഇവിടെ ഫുള്ള് ടെന്റ് മാത്രമേ ഉള്ളൂ. പോലെ തന്നെ തിരിച്ചങ്ങോട്ട് കയറാണ്. ശ്യാമു ബൈക്കിനാണ്. ബാഗ് ഊരി കൊടുത്ത്, അതുകൊണ്ട് പകുതി ആശ്വാസം. ശ്യാമിന് കൊടുത്ത് ബാഗ്. അല്ലെങ്കിൽ അതും തൂക്കി വേണം ഞാനീ നടക്കാനായിട്ട്. വേറെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആ ചേട്ടൻ കൂട്ടാൻ വരാന്നാണ് പറഞ്ഞത്. കുഞ്ഞമ്പലം. എനിക്ക് ഈ ഗ്രാമങ്ങളിലെ വീടുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടിൻ്റെ മുകളിലൊക്കെ ഷീറ്റാണല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ല ചാക്കിൽ എന്തിനാ ഇങ്ങനെ മണ്ണ് നിറച്ച് വെച്ചേന്ന്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി കാറ്റത്ത് ഈ ഷീറ്റൊക്കെ പറന്നു പോവല്ലോ. അതുകൊണ്ടാണ് ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചേന്നുള്ളത്. ശ്യാമേ, എത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ റൂമിലേക്ക് എത്താം. എടുത്തുട്ടോ. കാറ്റുണ്ട് ഇവിടെ. ശരിക്കും നമ്മൾ വിചാരിച്ചാൽ 5 പേർക്കൊക്കെ കിടക്കാനുള്ള ഒരു ബെഡാട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും ഈ ഒരു ക്യാബിൻ മതിയാവും.
4-5 പേർക്ക് നമുക്കിവിടെ നൈസായിട്ട് കിടക്കാൻ വ്യൂ ഒക്കെ ഉണ്ട്. എന്തായാലും 4 പില്ലോ അവർ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് 2 ആൾക്കും ഒരാൾക്കും എക്സ്ട്രാ ആയിട്ട് കിടക്കാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യമാണ്. പാക്കേജിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ടീ, സ്നാക്സ് ഉണ്ട്, പിന്നെ മ്യൂസിക്, ക്യാമ്പ് ഫയർ, കൊളുകുമല സഫാരി, ടീ പ്ലാന്റേഷൻ ട്രക്കിങ്, പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്, സൺസെറ്റ് വ്യൂ, പിന്നെ ഡിന്നർ, ടീ, സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. വൈകുന്നേരം 5:30ക്കാണ് ഈ പറഞ്ഞ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ. 7:30ക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്. മഴ ഇല്ലെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ലഞ്ച് പറഞ്ഞിട്ടുണ്ട്, ലഞ്ച് വരും. ഒന്ന് ബാൽക്കണി ഉണ്ട് കേട്ടോ, നല്ല വ്യൂ ആണേ. ഇവിടുന്ന് നമ്മുടെ റൂമിലേക്ക് കാണാം. ശ്യാമ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ബാത്റൂം കോമൺ ബാത്റൂമാണ്. അത് ഈ ക്യാബിൻ ആയതുകൊണ്ടാണ് കോമൺ ബാത്റൂം. ബാക്കിയൊക്കെ ഓക്കെയാണ്. അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളൂ. നല്ല കാറ്റുണ്ട് കേട്ടോ. മാമ ഇവിടെ വന്ന പാടെ ഉറങ്ങാൻ പോവാ അത്ര. എന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എനിക്ക് 2 ഫോട്ടോയൊക്കെ എടുത്തു തരുമോ ചാമേ? ആ റെയിൻകോട്ട് എടുത്ത് ഒതുക്കി വെച്ചേ, അല്ലെങ്കിൽ അത് ഉണക്കാല്ലേ. പിന്നെ ഈ മഴ ഉണക്കാനാ? അത് കാറ്റത്തുണങ്ങിക്കോളൂ. പുറത്തല്ല മഴയുണ്ട്. എന്തെങ്ങനെ ഇരിക്കണേ, ഭംഗി ആസ്വദിക്കുക. ഇഷ്ടമായി. ഇവിടെ അങ്ങ് സ്ഥലം മേടിച്ചാലോ? ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു. എൻ്റെ കുറച്ച് ഇതിൻ്റെ അകത്തുള്ള ഫോട്ടോസ് എടുക്കായിരുന്നു. എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ലൈറ്റിങ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. ശ്യാമിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. ശ്യാമിന് എടുത്തു കൊടുത്തില്ലല്ലോ എന്നുള്ള പരാതി. അപ്പം വിചാരിച്ചു ശ്യാമിനും കൂടെ എടുത്തു കൊടുക്കുക വിചാരിച്ചു. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല തണുപ്പ്, നല്ല കാറ്റും. ഇത് നല്ല കാറ്റാട്ടോ. നോക്ക്, ശ്യാമ കഴിക്കാൻ നമ്മള് പറഞ്ഞു പോവാന്ന്. പുറത്തേക്ക് ഇറങ്ങണം, പക്ഷെ എന്താ ചെയ്യാറിയില്ല. തണുക്കുന്നുണ്ട്, കാറ്റും. ശ്യാമയ്ക്ക് തണുക്ക. ബാലടച്ചിട്ട് വരണേ. മാസ് എൻട്രി ശ്യാമിന്റെ. ഏതാ മുണ്ടക്കെടുത്ത്? അയ്യോ, നമുക്ക് ലഞ്ച് ഒഴിച്ച് ബാക്കി എല്ലാ ഫുഡുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. പിന്നെ ഡൈനിങ് റൂം ഉണ്ടായിരുന്നു, നമ്മൾ അത് അറിഞ്ഞില്ല. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ഞങ്ങളൊരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. രക്ഷയില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പും നല്ല കാറ്റും അല്ലേ? സ്വെറ്ററൊക്കെ എടുത്തിട്ട് നടക്കാട്ടോ. നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. തണുപ്പ് സഹിക്കുന്നില്ല എന്നേ ഉള്ളൂ. നൈസല്ലേ, നോക്കിയേ. ഫൈവ് 5:30 ഒരു ട്രക്കിംഗ് ഉണ്ട്. ഇപ്പം 5:20 മാറിയെന്നോ, ആ മരം തലയിൽ വീഴണ്ട. ഇവിടെ ഏതോ അമ്പലമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇടുക്കിക്ക് ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലേ? നല്ല മഴ, നല്ല മഴ, കൊടുങ്കാറ്റും. ഈ കായിന്റെ പേരെന്താന്ന് ഒരു ഓറഞ്ച് കളറാകും കേട്ടോ. കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ പേരറിയില്ല. ഇതാ ഇതിന്റെ
മാങ്ങന്റെ കളറ് പഴുത്ത് കഴിഞ്ഞു. ഇവിടെ എന്തോ കടിച്ചൊക്കെ തിന്നിട്ടിട്ടുണ്ട്. മുളകിന്റെ കുരു പോലെ ഉണ്ട്. ട്രക്കിങ്ങിന് പോവാണ്. ഈ ചെറുക്കനാണ് നമ്മളെ കൊണ്ടാവുന്നത്. 2 ഫാമിലിയും കൂടെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കണ്ണടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്യാമിനെ കളിയാക്കുന്നു. കുഞ്ഞുവാവ, ഞാനൊക്കെ ആ കുഞ്ഞാവ എങ്ങനെയാ തണുപ്പത്ത് നിക്കണേന്ന്. കാടുകൾ കേറി നടന്നു ഇവിടെ എത്തി. അത് കാണാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇടുക്കി ഡാമിന്റെ പോർഷൻ നമ്മള് കുറെ കണ്ടതാന്ന് പറഞ്ഞു. അപ്പൊ ശ്യാമ പറയാ 4 വർഷം എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പുത്തിരിയോ, എനിക്ക് തോന്നും പുത്തിരിയായിട്ട് തോന്നണില്ലാന്ന്. അമ്മക്ക് ഇവിടെ ഏതാ ക്യൂട്ട്നെസ്. കുമാല സഫാരി നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മളിതിന് മുന്നേ ഓൾറെഡി പോയതാണ്. പക്ഷേ ഈ മഴയും ഈ ഒരു ക്ലൈമറ്റിലും പോവണ്ടെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് കോട പിടിക്കാനോ ഒടിഞ്ഞല്ലേ പൈസ ചാട്ടും. അപ്പൊ നമ്മളത് കൊളുകുമല സഫാരി ക്യാൻസൽ ചെയ്തു. നമ്മൾ ഇതിനു മുന്നേ പോയതാണ്. അപ്പോൾ നമുക്ക് ആ പൈസ റീഫണ്ട് ചെയ്യുമോ? കൊളുകുമല സഫാരിക്ക് പോണവർക്കാണ് ടീ പ്ലാന്റേഷൻ സഫാരി ഉള്ളൂ. ടീ പ്ലാന്റേഷൻ ട്രക്കിംഗ് അല്ലേ, ട്രക്കിംഗ് ഉള്ളൂ. വലിയ കാറ്റത്ത് ഈ കോടയും പിടിച്ചിരിക്കുക ഇട്ടു. നമ്മള് ചായ കുടിക്കാൻ വന്നതാ. വിറക്കണ്ടോ? വിറക്കണ്ടോ? ഇല്ലേ, ഇതില് കുറെ ഡമ്മി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്തോണ്ടിട്ടോ. കൊടുങ്കാറ്റാണോ ദൈവമേ? എന്തൊരു കാറ്റാ. ഇതൊക്കെ ഇട്ടു. 7:30 മഴയില്ലെങ്കിൽ ക്യാമ്പ് ഫയർ നടത്തും, അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഉണ്ടാവൂല കേട്ടോ. പോയപ്പോൾ അട്ട കടിച്ചിട്ടുണ്ടോ? അട്ട എടുത്ത് കളഞ്ഞു, പക്ഷെ ചോര വരിക. അത് ഫുള്ള് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ടിഷ്യൂ ഉണ്ടോ? എന്നാലും ഒരു ചൊറിച്ചിലുണ്ട്. അതിന്റെ മുള്ളൊന്നുമില്ലല്ലോ. മുള്ളുണ്ടാവാത്തോണ്ടാണ് ചോര. എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ? നല്ല അടിപൊളി സൂപ്പർ ക്ലൈമറ്റ് ആണ്. തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ, ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റ് ആണ്. പിന്നെ നമ്മൾ ഇത്രയും ദിവസം ആ ചൂടത്ത് കിടന്ന് ഇങ്ങോട്ട് വരുമ്പോ വേറൊരു രസം അല്ലേ, വേറൊരു ഫീൽ തന്നെ. പറയുമ്പോ ഉണ്ടല്ലോ, ഞാൻ 4 വർഷം ഇടുക്കിയിലാട്ടോ പഠിച്ചേ. ആ ടൈമിലും എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ഇടുക്കി പഠിക്കുമ്പോൾ സ്വെറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നടന്നേ. കൂട്ടത്തിൽ എപ്പോഴും സ്വെറ്റർ ഇട്ടാ ഞാൻ ഇരിക്കുക, പഠിക്കണതും ഉറങ്ങണതും. കാലയിൽ സോക്സ് ഒക്കെ ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ ഇടുക്കിയിൽ. എന്നാലും പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും പറ്റണം. മലപ്പുറത്ത് പോയാൽ തന്നെ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ. ഷാമിൻ്റെ അമ്മ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവളിനി അവിടെ വന്നാൽ കുളിക്കുകയൊക്കെ ചെയ്യുമോ അത്രയും. ഇവിടെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞപ്പോഴേ ഇനി കുളിക്കോ ആവോ എന്തോ, തണുപ്പ് പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞ ഹീറ്റർ ഉണ്ട്, ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നൈസാ സംഭവം, എല്ലാം അടിപൊളിയാട്ടോ അല്ലേ. നമുക്ക് കപ്പിൾസിനായാലും ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റൊരു റീസണേ ഉള്ളൂ, കോമൺ ബാത്റൂം ആയതുകൊണ്ട്. കോമൺ ബാത്റൂമാന്നേ ഉള്ളൂ. അത് 5 ബാത്റൂം ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ ഈ
ക്യാബിൻ്റെ ഉള്ളിൽ വാഷ്റൂമും കൂടെ വരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കും കോമൺ ബാത്റൂം. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പോണമെന്നേ ഉള്ളൂ. അല്ലേ 2 സോക്സും കൊണ്ടാട്ടോ വന്നത്. അത് പഴയ 2 സോക്സ്, രണ്ടും 2 കളറാ. എനിക്കറിയായിരുന്നു ഇവിടെ നല്ല തണുപ്പാവും കേട്ടോ. അപ്പൊ ഞാനത് കൊണ്ടുവന്ന് അപ്പൊ ശ്യാമിന് കൊടുക്കണമെന്ന് പറഞ്ഞ എൻ്റെ കൂടെ തല്ലുടിക്കുകയാണല്ലോ. രണ്ടും 2 സോക്സാ. അതിപ്പോ വേണമല്ലോ. എൻ്റെ കാലിപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇപ്പം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ കേട്ടാ. അപ്പം അങ്ങ് കൊടുക്കണം. ഇത് പന്ന സോക്സാ, യൂസ് ചെയ്യാത്ത ഇട്ടേച്ചതാ. ഞാൻ ഭയങ്കര എനിക്ക് അറിയായിരുന്നു ഇവിടെ ഭയങ്കര തണുപ്പാവുമെന്ന്. ചുമ്മാ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. പോവാം, പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടാ. ഫുഡ് കഴിക്കാൻ പോവാ കേട്ടോ. എന്താ ഫുഡ് എന്ന് അറിയില്ല, പോയിട്ട് നോക്കട്ടെ. 8 ക്യാബിനാണ് ഉണ്ടായത്. അത് ഫുള്ള് ഫില്ലായിട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഫില്ലായിട്ടുണ്ട്. ചപ്പാത്തി, ഗീ റൈസ്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, സലാഡ്. അപ്പം നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റാണ്, ഇപ്പോഴും കാറ്റ് നിന്നിട്ടില്ല. ഇവിടുത്തെ ആള് പറഞ്ഞത് 2 മാസമായിട്ട് ഇങ്ങനെ ഒരു കാറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്.